കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെയും രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യയെയും കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇന്നലെയാണ് കിളിക്കൊല്ലൂർ പോലീസ് കരുതൽ തടങ്കിലാക്കാൻ കസ്റ്റഡിയിലെടുത്ത കല്ലുംതാഴം സ്വദേശി അജു മൻസൂർ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഭാര്യ ബിൻഷയ്ക്കൊപ്പമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എങ്ങനെയാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത്? വിഷ്ണു, അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. അതായത് ഇരുവർക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയാണ് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷനിൽ പ്രതി കസ്റ്റഡിയിലിരിക്കെ പോലീസിനെ വെട്ടിച്ചാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭാര്യയോടൊപ്പം രക്ഷപ്പെട്ടതെന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ഈ അജു മൻസൂറിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. തുടർന്ന് മറ്റ് നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഇയാൾ പുറത്തേക്ക് ഓടുമ്പോൾ സ്റ്റേഷന് മുൻവശത്തായി ഭാര്യ ബിൻഷ സ്കൂട്ടറിൽ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ സിനിമാ സ്റ്റൈലിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ സ്കൂട്ടറിലേക്ക് കയറിയാണ് പ്രതി രക്ഷപ്പെടുന്നത്. തുടർന്ന് ഇരുവർക്കുമായി പോലീസ് പരിശോധന നടത്തി തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ രാത്രി മൊത്തവും തിരഞ്ഞിട്ടും ഇവരെ കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നീട് രാവിലെയും ഈ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും പ്രതികളെ പോലീസിന് കിട്ടിയിട്ടില്ല. ഇവരെവിടെയാണുള്ളതെന്നുള്ള വിവരം പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. കേരള പോലീസിനെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് സ്റ്റേഷനിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതും ഭാര്യയെ രക്ഷിക്കാൻ എത്തി എന്നുള്ളതാണ്. സാധാരണയായി ഈ സുഹൃത്തുക്കളെയാണ് ഇത്തരത്തിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ളവരാണ് വന്ന് രക്ഷിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. പക്ഷേ ഈ പ്രതിയെ രക്ഷിക്കാൻ അവിടെ ഭാര്യ എത്തി, ഭാര്യ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണ്. മറ്റു ജില്ലകളിൽ ഉൾപ്പെടെ ഈ തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.